ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ടൊമാറ്റോ പിക്കിളാണ്. ഈ പിക്കിള് ഞാൻ ആന്ധ്രയിൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മെസ്സിൽ ഞങ്ങൾക്ക് ഡിന്നറിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് ആന്ധ്രയിൽ പോയപ്പോൾ ഒരു 1-2 ബോട്ടിൽ വീട്ടിലോട്ടൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ ഒരു പിക്കിളുണ്ടാക്കിയിട്ട് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല മുഴുത്ത ടൊമാറ്റോ എടുത്തിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് വേണം അരിഞ്ഞു വയ്ക്കാൻ. അതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി ഒരു 5-10 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ഇതിൽ ഈ വെള്ളമൊക്കെ ഊറി അതിൻ്റെ പാത്രത്തിൻ്റെ അടിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണലായിട്ട് അവരുണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരിഞ്ഞു വെച്ച ടൊമാറ്റോ ഒരു വെയിലത്ത് ഒരു പായിലിട്ട് നന്നായിട്ട് 2-3 ദിവസം കൊണ്ട് ഉണക്കിയെടുത്തിട്ട് ആ ഉണങ്ങിയ ടൊമാറ്റോ വെച്ചിട്ടാണ് അവർ പിക്കിളുണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറേ നാൾ ഇങ്ങനെ കേടുകൂടാണ്ടൊക്കെ ഇരിക്കുവേ. അപ്പോൾ എനിക്ക് വെയിൽ ഇവിടെ കുറവായതുകൊണ്ട് ഇങ്ങനെ ഓവനിൽ വെച്ചൊന്ന് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ഒന്നും ആയില്ല. എന്നാലും കുറേ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെയിലും കുറവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നേരെ പാനിലോട്ട് ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് നേരം മിക്സിയിലിട്ട് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നേരിട്ട് പാനിലിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് വെച്ചാൽ മതി. ഇതിനകത്ത് ചുമ്മാ ഡയറക്റ്റ് ഒരു പാനിലോട്ട് ഇട്ടിട്ട് അങ്ങനെ എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് നമുക്ക് പിക്കിളുണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു 2-3 ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടാണ് ഒന്ന് കുറച്ച് ചൂടാക്കി എടുത്തത്. കുറേ സമയം എടുത്തു അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഈ നാട്ടിലൊക്കെ ടൊമാറ്റോയുടെ സീസണൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല ഓഫറിൽ ടൊമാറ്റോ ഒക്കെ കിട്ടത്തില്ലേ. അപ്പം ഇങ്ങനെ 100 കിലോ വെച്ച് 100 കിലോ അല്ല 100 രൂപയ്ക്ക് 2 കിലോ 3 കിലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ടൊമാറ്റോ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ കുറേ വെള്ളം ഇങ്ങനെ പാത്രത്തിൻ്റെ അടിയിൽ ഊറി വന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് കളയാം ആവശ്യമില്ലാത്തത് കൊണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കറിയിലൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഇനി കളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. അപ്പോൾ നമുക്കിതൊന്ന് ഓവനിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ വാളംപുളി വേണം. വാളംപുളി ഞാൻ ഇപ്പോൾ ഒരു 2-3 കിലോ ഉണ്ട്. അപ്പോൾ ഇത്ര വാളംപുളിയാണ് എടുത്തേക്കുന്നത്. ഒരു 100 ഗ്രാം എടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ടൊമാറ്റോ ഓവനിലിരുന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവ, ജീരകം, പിന്നെ കടുക്, ഇതെല്ലാം കൂടി വറുത്തെടുക്കുക. അപ്പോൾ 1 കിലോയ്ക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഉലുവയും ജീരകവും എടുത്തേക്കുന്നത്. ഉലുവയും കടുകും എടുത്തേക്കുന്നത്. ജീരകം ചെറിയ ടീസ്പൂണിൽ 3 ടീസ്പൂണാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഞാൻ മൊത്തം 3 കിലോ തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറേ ഒരു 100 ഗ്രാമോളം വെളുത്തുള്ളി എടുക്കുക. പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന ഉലുവയും ഒക്കെ കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ വലിയ ജാറിൽ നമുക്ക് ഈ വാളംപുളി സെപ്പറേറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ പൾസിലിട്ടിട്ട് ഒരു 2-3 വട്ടം ഒന്ന് പൾസ് ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒരു അത്യാവശ്യം നല്ലതായിട്ട് ഒന്ന് പൊടിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ചധികം ഉപ്പും ചേർക്കണം ഈ വാളംപുളിയിലോട്ട്. അപ്പോൾ ഞാനത് പൾസ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ചേർത്തു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ ഒരു 1/4 ഭാഗവും ചേർത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 4-5 വലിയ ടേബിൾ സ്പൂണിന് കാശ്മീരി മുളക് പൊടിയും ചേർത്തു കേട്ടോ. ഇത് കൂടാണ്ട് ഞാൻ എരിവുള്ളൊരു മുളക് പൊടി വലിയൊരു ടീസ്പൂണും ചേർത്തു. എനിക്ക് കുറച്ച് നല്ല എരിവിൽ പിക്കിളിരിക്കണതാണ് ഇഷ്ടം.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വേറൊരു എരിവുള്ള മുളക് പൊടി സെപ്പറേറ്റ് ഇതിനകത്ത് ഒന്നുകൂടെ ഒരു സ്പൂൺ കൂടി ചേർത്തു. കഴിയുമ്പോൾ ഇത് വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെയൊന്ന് നമുക്ക് ചെറുതായി പൾസിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇത് നമ്മൾ ബേക്ക് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്ത് ടൊമാറ്റോ ആണ് കേട്ടോ. പിന്നെ അത്രയ്ക്ക് അങ്ങ് ഡ്രൈ ഒന്നും ആയില്ല. അപ്പോൾ ഇങ്ങനെ അത് നിന്ന് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കണമെങ്കിൽ ഈ ടൊമാറ്റോയുടെ നമുക്കത് ശരിക്കും പൊടിച്ചെടുക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഒരു കപ്പ് വെളിച്ചെണ്ണയല്ല ഞാൻ ഉപയോഗിച്ചത്, ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചത്. നട്ട് ചൂടായി വരുമ്പോൾ പാനിൽ ഒഴിച്ച് ചൂടാക്കുക. അപ്പം അതിലോട്ട് ഒരു 2-3 സ്പൂൺ ജീരകം, പിന്നെ പരിപ്പ്, ഉഴുന്നും പരിപ്പുണ്ടെങ്കിൽ അതും നമുക്ക് ചേർക്കാവേ. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക. അത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പരിപ്പൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു വറ്റൽമുളക് ചേർക്കുക, ഒരു 4-5 വറ്റൽമുളക്, പിന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുകൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നന്നായിട്ട് ഈ വെളുത്തുള്ളിയൊക്കെ വറുത്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അപ്പം അങ്ങനെ നന്നായിട്ട് വറന്നു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചധികം കറിവേപ്പില ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. ഈ പരിപ്പൊക്കെ ഇതിനകത്ത് കിടന്ന് അച്ചാർ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴേ ഒരു നല്ല ടേസ്റ്റാണ് അങ്ങനെ കടിക്കുമ്പം. ഇപ്പം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് പേസ്റ്റാക്കി അരയ്ക്കേണ്ട കേട്ടോ. കുറച്ച് ടൊമാറ്റോയുടെ പീസൊക്കെ അതിൽ കിടക്കുന്ന രീതിയിൽ അരച്ച് എടുത്താൽ മതി. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ടൊരു നല്ലൊരു പൊടിയായിട്ട് ഇതിനകത്തോട്ട് വീഴും. നമുക്ക് ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പം നന്നായിട്ട് ഈ ടൊമാറ്റോ എണ്ണയിൽ കിടന്ന് നല്ല മൂത്ത് വരണം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം സമയം എടുത്ത് ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടാക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് അച്ചാർ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമേ. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഈ എണ്ണയൊക്കെ മൂപ്പിച്ച സമയത്ത് അതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂണ് 1/4 ടീസ്പൂണോളം ഉലുവയല്ല, നമ്മുടെ കായപ്പൊടി ഇട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിടാൻ മറക്കരുതേ, അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ അച്ചാറിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ മുളക് പൊടിയും വാളംപുളിയൊക്കെ കൂടെ ഒരു ചെറുതായിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടില്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അടിയിൽ പിടിച്ച് കരിച്ച് പോകാണ്ട് സൂക്ഷിക്കണം. ഇത് നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പാണ്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി ചേർക്കുക. ഇപ്പം ടൊമാറ്റോ ഒക്കെ നല്ലതായിട്ട് പിക്കിളിലോട്ട് ചേർന്ന് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പൂർണ്ണമായിട്ട് വറ്റി. നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ 1-2 മാസത്തിലധികം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ.
കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് എന്തെങ്കിലും വെള്ളമൊക്കെ ഇട്ടെങ്കിൽ അതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാട്ടോ. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, എണ്ണയൊക്കെ തെളിച്ച് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമുക്ക് പിക്കിളായിട്ട് കിട്ടിയേക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ശരി എന്നാൽ, ബായ്.